ഹലോ ഡിയേഴ്സ്, നമുക്ക് നല്ല ടേസ്റ്റി ആയിട്ടുള്ള മെക്രോണി മസാലയുടെ റെസിപ്പി നോക്കാം. അപ്പോൾ അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കിയാൽ, അപ്പോൾ ആദ്യം നമുക്ക് മെക്രോണി ഒന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ ആദ്യം ഞാനൊരു പാത്രത്തിൽ വെള്ളം ഒഴിച്ചു, അതിലേക്ക് ഉപ്പിട്ട് കൊടുക്കാം. ഒന്ന് തിളച്ച് വരുന്ന സമയത്താണ് നമ്മൾ മെക്രോണി ഇട്ട് കൊടുക്കേണ്ടത്. പിന്നെ കുറച്ച് വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അത് പരസ്പരം ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഇനി അത് ഒന്ന് ചൂടായപ്പം അത്യാവശ്യം തിള വന്നു തുടങ്ങിയ സമയത്ത് മെക്രോണിയും കൂടി ഇട്ടു. ഇനി അതൊന്ന് കുക്കായി വരുന്ന സമയത്തിനെങ്കിൽ നമുക്ക് മസാല ഒന്ന് തയ്യാറാക്കി എടുക്കാം. അപ്പോൾ ഒരു ചട്ടി ചൂടാക്കി അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ചൂടായി വരുന്ന സമയത്ത് പൊടിപൊടിയായി അരഞ്ഞ ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ചേർത്ത് അതൊന്ന് പച്ചമണം മാറുന്നവരെ വഴറ്റിയെടുക്കാം. അതിലേക്ക് നമ്മൾ ഒരു 1.5 സവോള ചെറുതായിട്ട്, മാക്സിമം എത്ര കുഞ്ഞാക്കാൻ പറ്റുമോ അത്രയും ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. അതൊന്ന് വഴറ്റിയെടുക്കാം. അത്യാവശ്യം നന്നായി വരുന്ന സമയത്ത് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1.5 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ മുളക് പൊടി, പിന്നെ ഒരു 1/4 ടീസ്പൂൺ ഗരം മസാലയും കൂടെ ചേർത്തിട്ട് നല്ല രീതിയിലൊന്ന് പച്ചമണം മാറുന്നത് വരെ നല്ല രീതിയിലൊന്ന് വഴറ്റിയെടുക്കാം. ഫ്ലെയിം കുറച്ചിട്ടിട്ട് വേണം നമ്മൾ വഴറ്റാൻ, അല്ലെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പോകും. ഇപ്പോൾ നമ്മുടെ മസാലയുടെ പച്ചമണമൊക്കെ മാറി വന്ന സമയത്ത് പഴുത്ത ഒരു തക്കാളി അതൊന്ന് പേസ്റ്റ് ആക്കിയിട്ട് അതും കൂടെ ചേർത്ത് കൊടുത്ത് നന്നായിട്ട് ഒന്നും കൂടെ വഴറ്റിയെടുക്കാം. നമ്മൾ തക്കാളിയുടെ ഒക്കെ പച്ചമണം ഒന്ന് മാറി, പച്ചച്ചോവ മാറി, അതിൽ എണ്ണയൊക്കെ ഒന്ന് തെളിഞ്ഞു വരണം കേട്ടോ. അപ്പം നമ്മൾ ഉപ്പ് ഇതുവരെയും ചേർത്തിട്ടില്ല. അപ്പോൾ ആവശ്യത്തിനുള്ള ഉപ്പ്, മെക്രോണിക്ക് വേണ്ട ഉപ്പ് നമ്മൾ ചേർത്തായിരുന്നു, മസാലയ്ക്ക് വേണ്ട ഉപ്പ് മാത്രം ചേർത്താൽ മതി. അതുകൂടെ ചേർത്തൊന്ന് മിക്സ് ചെയ്യുക. അപ്പോഴത്തേക്ക് ഇത് നമ്മുടെ മെക്രോണി നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. വേറൊരു സ്പൂൺ വെച്ചിട്ട് നമ്മളൊന്നിങ്ങനെ നമ്മൾ കുത്തുന്ന സമയത്ത് 2 പീസ് ആവുന്നുണ്ടെങ്കിൽ അത് കുക്കായി എന്നാണ്. അപ്പോഴത്തേക്ക് ഇത് നമ്മുടെ മസാലയുടെ എണ്ണയൊക്കെ തെളിഞ്ഞു വന്നു കേട്ടോ. ആ സമയത്ത് ഒരു ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി നല്ല രീതിയിൽ ഒന്നുകൂടെ മിക്സ് ചെയ്തിട്ട് ഡ്രെയിൻ ചെയ്ത് വെച്ച മെക്രോണിയും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. നല്ല രീതിയിൽ എല്ലാ മെക്രോണിയിലും എത്തുന്ന രീതിയിൽ മിക്സ് ചെയ്യുക. കുറച്ച് മല്ലിയിലയും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. നന്നായിട്ട് മിക്സ് ചെയ്തെടുത്താൽ നല്ല ടേസ്റ്റി ആയിട്ടുള്ള മെക്രോണി മസാല റെഡിയാണ് കേട്ടോ. മെക്രോണി കഴിക്കാത്തവർ ഇതുപോലെ ഉണ്ടാക്കി നോക്കി എല്ലാവർക്കും ഇഷ്ടപ്പെടും. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യണേ. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും അതിൽ സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറന്നു വരുത് കേട്ടോ. അപ്പോൾ നാളെ നമുക്ക് വേറൊരു വീഡിയോ ആയിട്ട് കാണാം. ബൈ.